വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കല്യാണത്തിന് പോണ വീഡിയോ ആണ് കേട്ടോ. കല്യാണത്തിന് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കൊണ്ട് നനഞ്ഞ് ഊറ്റിപ്പോയൊരു കല്യാണമാണ് കേട്ടോ. എന്താണാവോ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എപ്പോഴും മഴയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കല്യാണ ചെക്കനോടും പെണ്ണിനോടും ഞാൻ സോറി ചോദിച്ചിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. വേറൊന്നുമല്ല, കല്യാണം കഴിഞ്ഞിട്ട് ആഴ്ച 2 കഴിഞ്ഞു കേട്ടോ. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇത്രയും വൈകിയത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ പറഞ്ഞതുപോലെ ആഴ്ച 2 കഴിഞ്ഞു കേട്ടോ ഈ കല്യാണം കഴിഞ്ഞിട്ട്. ജൂൺ 26-ാം തീയതി ആയിരുന്നേ കല്യാണം. കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അവളുടെ വീട് വരുന്നത് കൂത്താട്ടുകുളത്താട്ടോ, കോട്ടയം ഡിസ്ട്രിക്റ്റിലെ കൂത്താട്ടുകുളത്താണ്. നമുക്ക് പിന്നെ കോട്ടയത്ത് എത്തണമെങ്കിൽ ഒറ്റ മാർഗ്ഗമല്ലേ സ്വീകരിക്കാറുള്ളൂ, ഈ വേമ്പനാട് കായൽ വഴിയുള്ള യാത്ര. ഒന്നുകിൽ അത് ബോട്ടിലായിരിക്കും, അല്ലെങ്കിൽ അത് ജങ്കാറിലായിരിക്കും. ഇന്ന് ഞാനും അനന്തവും കൂടെയാണ് കേട്ടോ കല്യാണത്തിന് പോണത്. അതുകൊണ്ട് തന്നെ ബൈക്കിലാണ്. അപ്പോൾ പിന്നെ ജങ്കാറാണല്ലോ നമുക്കുള്ള എളുപ്പമാർഗം. എന്തൊരു ഭംഗിയാണെന്നറിയാവോ ഇങ്ങനെ പോകാനായിട്ട്. ഇപ്പോഴും മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. നമ്മൾ കോട്ടും ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് പോണത്. അതുകൊണ്ട് പുറത്താണ് നിൽക്കുന്നത്. ഇതാ അവരിയ്ക്കുന്നത് കണ്ടില്ലേ, അവിടെ കയറി ഇരിക്കുവാണെങ്കിൽ മഴ നനയാതെ നമുക്ക് സൂപ്പറായിട്ട് ഇരിക്കാം കേട്ടോ. പക്ഷെ പുറത്ത് നിന്നാൽ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ പുറത്ത് തന്നെ നിൽക്കണമല്ലോ. അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോഴും ഇതിൻ്റെ ഒരു ഒബ്സഷൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇതിപ്പോൾ എന്തത്ര കാണാൻ, ഇത്ര വീഡിയോ എടുക്കുക എന്നൊക്കെ ഉള്ളൊരു തോട്ടിലാണ് എന്നെ നോക്കണത് കേട്ടോ. അവരൊക്കെ ഡെയിലി ഇതുവഴിയൊക്കെ യാത്ര ചെയ്യണതും ഈ നാട്ടുകാരൊക്കെ ആകുമ്പോൾ അതിനോടൊന്നും അത്രയ്ക്ക് വലിയ കമ്പം ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിലും അതങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യത്തിനോട് നമുക്ക് വലിയ കമ്പമില്ലെങ്കിലും അത് വല്ലപ്പോഴും കിട്ടുന്നവർക്ക് കുറച്ച് ക്രേസ് ആയിരിക്കും അല്ലേ. എൻ്റെ സ്വന്തം വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഭാരതപ്പുഴയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വീതിയോട് കൂടെ നല്ല വെള്ളത്തിലൊഴുകുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ ഫ്രണ്ട് സൈഡ്. അവിടെ ഞങ്ങൾക്ക് അത് കാണുമ്പോൾ അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നാറില്ല. പക്ഷേ എൻ്റെ കസിൻസ്, എൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ അവർ നമ്മുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനും കൂടുതൽ ടൈം അവിടെയൊക്കെ പോയിട്ടും പുഴയിലിറങ്ങിയൊക്കെയാണ് സ്പെൻഡ് ചെയ്യണത്. അത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത് ഇത്ര വലിയ സംഭവമാണെന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വേറൊരു നാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു നാട്ടുകാരി ആവാൻ കുറച്ചുകൂടെ സമയം എടുക്കുമല്ലോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. പക്ഷെ എങ്കിലും നമുക്ക് കുറച്ചും കൂടെ അവിടെ ജനിച്ച് വളർന്നവർക്കുള്ള അത്രയ്ക്കും ഒരു ഇത് നമുക്ക് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴും ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വാവ് ഫാക്ടറാണ് കേട്ടോ. എന്നെ കാണാനൊരു ഏലിയൻ ലുക്ക് ഉണ്ടല്ലേ. എന്നെക്കായും വലിയ കോട്ടും എന്നെക്കായും വലിയ ഹെൽമെറ്റുമാണ് കേട്ടോ. ഹെൽമെറ്റ് ആക്ച്വലി എൻ്റെ അച്ഛൻ്റെയാണ്. അച്ഛൻ്റെ പഴയ ഹെൽമെറ്റാണ് കേട്ടോ. ഒരിക്കൽ വീട്ടിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് ബൈക്കിലായിരുന്നു വന്നത്. അതൊരു അൺഎക്സ്പെക്റ്റഡ് വരവായതുകൊണ്ട് തൽക്കാലം അച്ഛൻ്റെ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ എവിടെ പോകുമ്പോഴും അതാണ്. എനിക്ക് പൊതുവേ ഈ ഹെൽമെറ്റ് വെക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ അലമ്പാവുമല്ലോ. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല പൊതുവേ ഹെൽമെറ്റ് വെക്കുന്നതിനോട്. പിന്നെ അനന്തു ഹെൽമെറ്റ് വെക്കാതെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയില്ല. പെറ്റി എന്നതിലുപരി നമുക്ക് സേഫ്റ്റി ആണല്ലോ മുഖ്യം. അങ്ങനെ നമ്മളിതാ അപ്പുറത്ത് കടത്തിലെത്താനായിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് നോക്കിക്കേ, നല്ല പൊരിഞ്ഞ മഴയായിട്ടുണ്ട്. കയറിയപ്പോൾ ചെറുതായിട്ട് പൊടിയണേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും അത് പതിയെ അങ്ങ് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങാനായപ്പോഴേക്കും വീണ്ടും നല്ല തോതിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ കോട്ടയം ജില്ലയിലേക്ക് എത്തിയേക്കുവാണ് കേട്ടോ. ജസ്റ്റ് ഒരു 10-15 മിനിറ്റേ കാണത്തുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരാൻ. അതായത് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് വരാനായിട്ട്. അങ്ങനെ നമ്മൾ കടത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഇതുപോലത്തെ റോഡാണ്. 2 സൈഡിലും വീടൊക്കെ ആയിട്ട് നമ്മുടെ മെയിൻ റോഡല്ല, അല്ലാതെയുള്ള കുഞ്ഞി പോക്കറ്റ് റോഡാണ് കേട്ടോ. ഇതിലൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് കണ്ടില്ലേ, ഇങ്ങനത്തെ തോടാണ്. ആ തോട്ടിൽ നിറയെ ആമ്പലാണ് കേട്ടോ. ഒരു തരം വയലറ്റും കുങ്കുമ കളറൊക്കെ കളേഴ്സുള്ള ആമ്പലാണുള്ളത്.
പണ്ട് ഇതിലെ പോയി വരുന്ന സമയത്ത് എനിക്ക് ഈ ആമ്പൽ ഒക്കെ പറിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നടന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പറിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ല വെള്ളമാണ്, നമുക്കങ്ങനെ പറിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ. അപ്പം അവരുടെ വീട്ടിലേക്കൊക്കെ കിടക്കണമെങ്കിൽ കുഞ്ഞു പാലം പോലെ ഇങ്ങനെ പണിതിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെയാണ് കിടക്കണത് എല്ലാവരും. പക്ഷേ ഇതിൻ്റെ കോമഡി അതല്ല, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇത്രേ വെള്ളമുള്ളൂ. സൈഡിൽ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, തോട്ടിൽ അത്യാവശ്യം വെള്ളമുണ്ട്, പക്ഷെ കവിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ തിരിച്ച് വരാൻ നേരത്ത് ഈ റോട്ടിൽ വരെ വെള്ളമായിരുന്നു. ആ തോട് കവിഞ്ഞ് റോട്ടിൽ വരെ വെള്ളമായിരുന്നു കേട്ടോ. പക്ഷെ നല്ല പൊരിഞ്ഞ മഴ ആയതുകൊണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് ദൂരം ട്രാവൽ ചെയ്തപ്പോൾ നമ്മളിതാ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ റോഡിൻ്റെ പ്രത്യേകത പറയാതിരിക്കാൻ പറ്റത്തില്ലേ, നല്ല സൂപ്പർ റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മളാണ് കേട്ടോ ഫസ്റ്റ് എത്തിയത്. ലേറ്റ് ആവുമെന്ന് കരുതിയത് നമ്മളാണ്, കാരണം ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരാനുണ്ട്, ബൈക്കിലാണ് വരുന്നത്. അതുമാത്രമല്ല നല്ല മഴയുമായിരുന്നു. അതുകൊണ്ട് മുഹൂർത്ത സമയത്ത് എത്താൻ പറ്റുമോ, താലികെട്ട് കാണാൻ പറ്റുമോ എന്നായിരുന്നു സംശയം. പക്ഷേ കണ്ടില്ലേ, ഒരു മനുഷ്യനെത്തിയിട്ടില്ല. നല്ല രസമുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ ആ ഓഡിറ്റോറിയം ഇരുന്നിരുന്നത്. നല്ല ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അവളൊക്കെ അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അടുത്തൊരു ക്ഷേത്രത്തിൽ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവളുടെ ചേച്ചിയും പിന്നെ കസിൻസും ചിറ്റമാരും അങ്ങനെ ആരൊക്കെയോ ആണെന്നാണ് തോന്നുന്നത്. സ്റ്റേജ് ഒരുക്കുവാണ് കേട്ടോ, പറയും നിലവിളക്കും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്യുവാണ്. അതൊക്കെ കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും ഇതാ അവളെത്തിയിട്ടുണ്ട്. അച്ഛനാണ് ആ കൈ പിടിച്ച് കൊണ്ടുപോകുന്നത്. താലമൊക്കെ ആയിട്ട് ഇതാ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. ചെക്കനും കൂട്ടരും കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അവളെ അങ്ങോട്ടേക്ക് സ്റ്റേജിനകത്തോട്ടേക്ക് ഇതാ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഓരോരുത്തർക്ക് ദക്ഷിണ കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. അത് ഷിമോദിൻ്റെ കല്യാണ ചെക്കൻ്റെ ചേച്ചിയാണ്. അങ്ങനെ അവളുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് എല്ലാവരുടെ അടുത്തുനിന്നും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നതാണ് അവളും അതുപോലെ അവനും കേട്ടോ. ഇത് അവളുടെ അച്ഛനും തൊട്ട് മുന്നേ കണ്ടത് അവളുടെ അമ്മയുമാണ്. അങ്ങനെ ഇതാ രണ്ടുപേരും ദക്ഷിണയൊക്കെ കൊടുത്ത് എല്ലാവരുടെ അടുത്തുനിന്നും അനുഗ്രഹമൊക്കെ വാങ്ങി എല്ലാവരുടെ അടുത്തും വണങ്ങി ഇനി ഇതാ നമ്മുടെ പ്രധാന ചടങ്ങിലോട്ട് കടക്കാൻ പോവുകയാണ്. എനിക്ക് ഈ കല്യാണം കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നിയത്, ഒന്നും ഹറിബറി അല്ലായിരുന്നു കേട്ടോ. വളരെ കാമായി, വളരെ സമയമെടുത്ത്, ഒന്നും ഒരു ധൃതി പിടിക്കാതെ എല്ലാം ഭയങ്കര നീറ്റായിട്ട് കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ കല്യാണം എന്നല്ല, അതിൻ്റെ ശേഷം ഞാൻ അറ്റൻഡ് ചെയ്തേക്കുന്നതെല്ലാം ഒരു ഹറിബറി കല്യാണങ്ങളായിരുന്നു. മുഹൂർത്തത്തിന് തൊട്ട് മുന്നേ എത്താൻ മാത്രം പറ്റിയിട്ട് അങ്ങനെ കല്യാണം, താലി കെട്ടാൻ കുറച്ച് സമയം ഉണ്ടായ കല്യാണം, അങ്ങനെ ഒരു വല്ലാത്ത, അതുപോലെ ചെക്കൻ്റെ വീട്ടുകാർ വരാൻ ലേറ്റായി, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ചെക്കനും കൂട്ടനും പുലർച്ചെ എത്തിയതാണ് കേട്ടോ. കഷ്ടമുണ്ട്, റെസ്റ്റ് എടുക്കാനൊന്നും അവർക്ക് ടൈം കിട്ടിയിട്ടില്ല. പുലർച്ചെ 4 മണിക്ക് എത്തിയതാണ്. കാസർഗോഡാണ് ചേട്ടൻ്റെ വീട്. അവളുടെ വീട് കോട്ടയം ജില്ലയിൽ കൂത്താട്ടുകുളം. അപ്പോൾ എന്തോരം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവർ പുലർച്ചെ എത്തിയതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്ര അധികം ഒരുപാട് പേരൊന്നും ക്ഷണിക്കാതെ ഭയങ്കര മിനിമലായിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തിയത്. പക്ഷെ ആ നടത്തിയ കാര്യങ്ങൾ അത്രയും നല്ല നീറ്റും ക്ലീനും ആയിരുന്നു കേട്ടോ. കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും. കാരണം എല്ലാം വളരെ കൂളായി, വളരെ സ്ലോലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ പക്കയായിട്ടാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഇതാ ചെറുക്കന് മാല ഇട്ടിട്ടുണ്ട്. ഇതാ താലി എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ പുതിയൊരു ലൈഫിലോട്ട് അവർ കടന്നേക്കുവാണ്. ലവ് മാരേജ് ആണ് കേട്ടോ. ഒരുപാട് വർഷത്തെ പ്രണയമാണ്. ഒരുപാട് സിറ്റുവേഷൻസൊക്കെ തരണം ചെയ്ത് അവസാനം ഹാപ്പിലി അവരിതാ കപ്പിൾസ് ആയിട്ടുണ്ട്. ഇതുവരെ ഒറ്റയ്ക്കായിരുന്ന അവരുടെ യാത്ര ഇനി ഇതാ ഒരുമിച്ചാവാൻ പോവുകയാണ് കേട്ടോ. കോട്ടയത്തു നിന്നും ഇനി കാസർഗോട്ടേക്ക്. അങ്ങനെ ഇതാ താലികെട്ടൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇതാ മാല ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞച്ചരടിലാണ് താലി കെട്ടിയത്. അതിനുശേഷം ഗോൾഡിൻ്റെ മാല ഇട്ട് കൊടുക്കുകയാണ്. ഇനി തിരിച്ച് ഹാരം ചാർത്തുവാണ് കേട്ടോ. ഈ ചടങ്ങിന് ചെറിയ എന്തോ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഓരോ നാട്ടിലേക്ക് വ്യത്യാസം വരുമല്ലോ. ഞങ്ങളുടെ അവിടെയൊക്കെ താലി കെട്ടിയതിന് ശേഷമാണ് കേട്ടോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാലയൊക്കെ ചാർത്തുന്നത്. അങ്ങനെ അത് അച്ഛനും അമ്മയാണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ടാണ്. ഇനി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സമയമാണല്ലോ. റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും വന്നവർക്കൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സമയമാണല്ലോ. അങ്ങനെ ഒരുവിധം ആ ചടങ്ങുകളൊക്കെ നല്ല മംഗളമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതാ ഇവിടെ വെയിറ്റിംഗ് ആണ്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അവൾ പോവരുത്, ഞാൻ വന്നിട്ടേ ഫുഡ് കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ഒരു സാരി കൂടെ മാറുമല്ലോ.
അപ്പോൾ ഞങ്ങളൊക്കെ ഇത് അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇത് അവൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതായിരുന്നു അവളുടെ സെക്കൻഡ് സാരി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ്, പെയ്തിട്ടും തുറന്നിട്ടും അങ്ങനെയായിട്ട് ഇരിക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ മഴ കുറച്ചൊന്ന് നിന്നപ്പോൾ അവർ കുറച്ച് ക്ലിക്സ് എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. അത് കഴിഞ്ഞു ഞങ്ങളിതാ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല സദ്യയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. അതൊക്കെ കഴിഞ്ഞു, പായസമൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾക്ക് പോകണം. പക്ഷെ പുറത്തോട്ടൊന്ന് നോക്കിക്കേ എൻ്റെ പൊന്നു മക്കളെ, വന്നപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയ്ക്കും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പം പെയ്യണ മഴ ആർത്തലച്ചാണ് പെയ്യണത് കേട്ടോ. ഭയങ്കര സൗണ്ടിൽ ഭയങ്കര കാറ്റൊക്കെ വീശി നല്ല വെള്ളമുള്ള മഴയാണ് കേട്ടോ. ഇനി എങ്ങനെ പോവും എന്നൊക്കെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, എന്തായാലും വീട്ടിലോട്ടാണ് പോണ വഴിക്ക്, വേറെ എവിടെയും കയറാനില്ല. നമ്മൾ വന്ന ചടങ്ങ് വലിയ കുഴപ്പമില്ലാതെ നമ്മൾക്ക് കേട്ടോ, നമുക്ക് വലിയ നനഞ്ഞ് അവിഞ്ഞ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ എത്താൻ പറ്റി, അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇനി തിരിച്ച് വീട്ടിലോട്ടാണ്, നനഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇത്രയും മഴയൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് പുറകോട്ട് വലിയുമല്ലോ, ബൈക്കിലാണല്ലോ. അങ്ങനെ കുറച്ച് നേരം നിന്ന് നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങി. പകുതി വഴി എത്തിയപ്പോഴേക്കും മഴയൊക്കെ തോർന്നിട്ടുണ്ട് കേട്ടോ. തോരാന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ തോർന്നെന്ന് കരുതി ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആർത്തലച്ച് മഴ പെയ്യുന്നത്. റോഡൊക്കെ ഒന്ന് നോക്കിക്കേ, നല്ല റോഡാണ് കേട്ടോ. കുറേ വളവും തിരിവൊക്കെയാണ്. രണ്ട് സൈഡ് റബ്ബർ തോട്ടം, അതുപോലെ കാട്, മല, അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലമാണ്. വലിയ റഷൊന്നുമില്ല. എപ്പോഴും വണ്ടി വന്ന് നല്ല ക്രൗഡഡ് ആയിട്ട് ട്രാഫിക് ജാം ഒന്നും ഉണ്ടാവുന്ന സ്ഥലമൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടായിരിക്കാം റോഡ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നത്. ഇതിന് മുന്നേ പത്തനംതിട്ട സീതത്തോടും ഞങ്ങൾ ഇതുപോലെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഫ്രണ്ട്സിൻ്റെ കല്യാണമൊക്കെ മഴയത്താണെന്ന്. അവരുടെ കല്യാണം ഇതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു കേട്ടോ. മഴയത്താണ് ഞങ്ങൾ പോയതും വന്നതും ഒക്കെ. അതും ഇതുപോലെ കിടില റോഡായിരുന്നു കേട്ടോ. നല്ല സുഖമാണ്. എത്ര ദൂരം വേണമെങ്കിലും ഇതുപോലത്തെ റോഡാണെങ്കിൽ നമുക്ക് വലിയ മടുപ്പില്ലാതിരിക്കാൻ പറ്റും. ബൈക്കിലാണെങ്കിലും ഭയങ്കര സ്മൂത്തായിട്ടാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വല്ലപ്പോഴും മാത്രമേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊക്കെ വണ്ടി വരുന്നുള്ളൂ കേട്ടോ. ഇത്രയും നേരം നിങ്ങൾ ഈ റോഡ് കണ്ടപ്പോൾ എവിടെയെങ്കിലും വല്ല കുണ്ടോ കുഴിയോ കണ്ടായിരുന്നോ? കാണില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള റോഡാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ നമ്മുടെ ഒപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഷൂട്ട് അവർക്ക് ഉണ്ടായിരുന്നു. മഴ കുറച്ചൊന്ന് വിട്ടു നിന്ന സമയത്ത് കുറച്ചുകൂടെ ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നേരെ ഇനി തിരിക്കും, ഇന്ന് തന്നെ തിരിക്കും. അവിടെ ചെന്ന് പിറ്റേന്നാണ് അവിടുത്തെ റിസപ്ഷൻ അവർക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ റോഡ് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല, കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. മഴയൊക്കെ ഒന്ന് പെയ്ത് തോർന്നതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. ഈ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ റോഡും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പത്തനംതിട്ട സീതത്തോട് പോയത്, ആ റോഡും നല്ല സൂപ്പറായിട്ട്. ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു മടുപ്പോ, വണ്ടി ഓടിക്കുന്ന ആൾക്കും പുറകിലിരിക്കുന്ന ആൾക്കും ഒരു മടുപ്പും ഉണ്ടാവില്ല. കാരണം നല്ല ഫ്ലോ ആയിട്ടാട്ടോ വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം വന്നപ്പോഴേക്കും നമുക്ക് ജങ്കാർ കയറാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല മഴയും, ഒരു മനുഷ്യൻ അവിടെ വന്നിട്ടില്ലായിരുന്നു. ഒരു ചിറാപ്പുഞ്ചി കാച്ചിയാലോ എന്ന് കരുതിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ, മഴ കൊണ്ടിട്ട്. അതിനുള്ള ചീത്തവിളി അത്യാവശ്യം നല്ല രീതിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. ചിറാപ്പുഞ്ചി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട് കേട്ടോ. അങ്ങനെ വേറെ ആരും എത്തിയിട്ടില്ലായിരുന്നു. ജങ്കാർ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് വേണം. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടെ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുമ്മാ അവിടെ നിൽക്കുമല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു വൈബ് ചേട്ടനെ നിങ്ങൾക്ക് കാണാം. ഓറഞ്ച് കളർ കോട്ടൊക്കെ ഇട്ടിട്ട് ആൾ മീൻ പിടിക്കുകയാണ് കേട്ടോ ഈ പൊരിഞ്ഞ മഴയത്ത്. ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല രസമല്ലേ ഇത്രയും മഴയത്ത് വന്ന് മീനൊക്കെ പിടിക്കാനായിട്ട്. ആളുടെ വീട് തന്നെയാണെന്ന് തോന്നുന്നു തൊട്ട് പുറകിലുള്ളത്. എന്തായാലും മഴ നല്ല ആർത്തലച്ച് സൂപ്പറായിട്ട് പെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം മഴയില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ കല്യാണമൊക്കെ നടക്കുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഒന്നും മഴയില്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും പറയുകയും ചെയ്യുമായിരുന്നു, കല്യാണം മഴയത്ത് ആവാഞ്ഞാൽ മതിയായിരുന്നു, കാരണം പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. എന്തായാലും നനഞ്ഞ് ഊറ്റി ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി. ഒരു 4:45 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. പക്ഷേ ഒന്ന് നോക്കിക്കേ, 6:30-7 മണി പോലെ ഉണ്ട്. കൂടുതൽ ഇരുട്ടുന്തോറും നല്ല ശക്തിയായിട്ട് ഇരുണ്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എന്തായാലും പോയ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.